ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കിയാലും നമുക്ക് പ്രവർത്തനം 1 നോക്കൂ. വായിക്കാം, എഴുതാം. മഴവിൽ കാഴ്ചകൾ. ഇടുങ്ങിയ കാട്ടുവഴിയിലൂടെ വരിവരിയായി ഞങ്ങൾ നീങ്ങി. ഇടതുവശത്തായി ആർത്തലച്ച് ചിന്നിച്ചിതറുന്ന കല്ലാറ്. കയറ്റവും ഇറക്കവുമുള്ള വഴിയിൽ ആകാശക്കാഴ്ച മറച്ചു നിൽക്കുന്ന വലിയ പാറ. വിള്ളലുകളിൽ നിന്ന് പ്രവഹിക്കുന്ന നീരുറവകൾ, ഗുഹകൾ, വൻവൃക്ഷങ്ങൾ, വള്ളികൾ, പൂമരങ്ങൾ, അനുഗ്രഹീതമായൊരു വനപ്രദേശം. മീൻമുട്ടി വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി ഞങ്ങൾ കല്ലാറിലൂടെ മുന്നോട്ട് നടന്നു. ആറ്റിലെ വഴുക്കുന്ന കല്ലുകളിൽ ചവിട്ടി കയറി പിടിച്ച് ഒഴുക്കിനെതിരെ ഒരു സാഹസിക യാത്ര. ദൂരെ മാനം മുട്ടുന്ന മലമുകളിൽ നിന്നും താഴോട്ട് പതിക്കുന്ന ജലത്തിന്റെ കാതടിപ്പിക്കുന്ന ശബ്ദം. അഖിലനാഥ് SR. ഇവിടെ ക്വസ്റ്റ്യൻസ് ആണല്ലേ കൂട്ടുകാരെ നൽകിയിട്ടുള്ളത്. നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏത് പുഴയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഭാരതപ്പുഴ, കല്ലാർ, പെരിയാർ. കല്ലാർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആകാശക്കാഴ്ച പിടിച്ചു നിൽക്കുന്നത് എന്താണ്? വലിയ പാറ, നീരുറവ, പൂമരങ്ങൾ. എന്താണ് ആകാശക്കാഴ്ച മറച്ചു പിടിക്കുന്നത്? എന്താണ്? വലിയ പാറയാണല്ലേ. എവിടേക്ക് ലക്ഷ്യം വെച്ചാണ് അവർ നടന്നത്? പാറ, കാട്, മീൻമുട്ടി വെള്ളച്ചാട്ടം. എങ്ങോട്ടേക്കാണ്? മീൻമുട്ടി വെള്ളച്ചാട്ടമാണല്ലേ. ആൻസർ എന്താണ്? മീൻമുട്ടി വെള്ളച്ചാട്ടം. താഴോട്ട് പതിക്കുന്ന ജലത്തിന്റെ ശബ്ദത്തെ ഇവിടെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? കാതടപ്പിക്കുന്ന എന്നല്ലേ. ആൻസർ എന്താണ്? കാതടപ്പിക്കുന്ന. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാൽ പ്രവർത്തനം 2 നോക്കൂ. കഥ എഴുതാം. കടലോളം സ്നേഹം എന്ന പാഠഭാഗത്ത് കുട്ടിയുടെ സങ്കടം തീർക്കാൻ അമ്മച്ചെടി പറയുന്നു ഒരു കഥ എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അത് കടലോളം എന്ന സ്നേഹം എന്ന പാഠഭാഗത്ത് കുട്ടിയുടെ സങ്കടം തീർക്കാൻ അമ്മച്ചെടി പറയുന്ന ഒരു കഥയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മളുടെ ഇമാജിനേഷൻ അനുസരിച്ചാണ് കഥ എഴുതേണ്ടത്. നമുക്കൊരു മാതൃക നോക്കിയാലോ. ആദ്യം കൂട്ടുകാരെ, നമ്മൾ കഥ എഴുതുമ്പോൾ എന്താണ് എഴുതേണ്ടത്? കഥയ്ക്ക് ഒരു പേര് നൽകണം, ഒരു തലക്കെട്ട് നൽകണം. ടൈറ്റിൽ എന്താ അവിടെ കൊടുത്തിട്ടുള്ളത്? മേഘയുടെ പൂന്തോട്ടം. നിങ്ങൾ ഏത് കഥയാണോ എഴുതുന്നത് അപ്പോൾ ആ കഥയുണ്ടാവില്ലേ, ആ കഥയ്ക്കൊരു തലക്കെട്ട് നൽകുക. ഓക്കെ, നമുക്കിനി നോക്കാം. ഒരു മനോഹരമായ കുഞ്ഞു ഗ്രാമത്തിലായിരുന്നു മേഘയും കുടുംബവും താമസിച്ചിരുന്നത്. പുഷ്പങ്ങളെയും പൂന്തോട്ടത്തെയും ഏറെ ഇഷ്ടമായിരുന്നു മേഘയ്ക്ക്. അവളുടെ വീടിനടുത്ത് കാടുപിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ പുല്ലുകളും മുള്ളുകൾ നിറഞ്ഞ ചെടികളുമായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ ചിന്തിച്ചു, ഈ സ്ഥലം മനോഹരമായൊരു പൂന്തോട്ടമാക്കാം. അവൾ അത് അമ്മയോട് പറഞ്ഞു. അമ്മ സഹായിക്കാമെന്നേറ്റു. അടുത്ത ദിവസങ്ങളിൽ ആ സ്ഥലം വൃത്തിയാക്കലായിരുന്നു അവരുടെ ജോലി. തുടർന്ന് വിത്തുകൾ പാകി പുതിയ ചെടികൾ നട്ടുപിടിപ്പിച്ചു. എന്നും അവയ്ക്ക് വെള്ളം നൽകി. അവൾ സ്കൂൾ വിട്ടു വന്നാൽ കുറേ സമയം അവിടെ ചിലവഴിക്കും. അങ്ങനെ മനോഹരമായൊരു പൂന്തോട്ടം അവിടെ വളർത്തിയെടുത്തു. പുഷ്പങ്ങളാൽ നിറഞ്ഞ പൂന്തോട്ടം പതിയെ മറ്റുള്ള ഗ്രാമവാസികളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ആളുകൾ പൂന്തോട്ടം കാണാൻ അവിടെ എത്തി. കാടു പിടിച്ചു കിടന്ന സ്ഥലത്തെ പൂന്തോട്ടം കണ്ട് അവർ അത്ഭുതപ്പെട്ടു. എല്ലാവരും മേഘയെ അഭിനന്ദിച്ചു. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യുക? നിങ്ങളും ഇതുപോലൊരു കഥ തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പ്രവർത്തനം 3 നോക്കാം. താരതമ്യക്കുറിപ്പ് അല്ലേ. ഞാൻ ആദ്യമായി നീരുറവ കണ്ടത് എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്നാണ്. ഒരു വെയിലായി എനിക്കതിനെ പറ്റിക്കാനാവുമോ? മുകളിൽ നൽകിയ കവിതയും പൊൻകുന്നം വർക്കിയുടെ എൻ്റെ അമ്മ എന്ന രചനയും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതായത് താരതമ്യക്കുറിപ്പാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. തൻ്റെ അമ്മയുടെ കണ്ണിലെ കണ്ണീരിനെ കുറിച്ച് ഒരു കുട്ടി എഴുതിയ കവിതയാണിത്. പല കാരണങ്ങളാലും അമ്മയ്ക്ക് കരച്ചിൽ വരാം. പ്രധാനമായും കുടുംബത്തിലെ പ്രശ്നങ്ങളാവാൻ കാരണം. അമ്മയുടെ ദുഃഖം മാറ്റാൻ പ്രയത്നിക്കുക ഓരോ മക്കളുടെയും കടമയാണ്. അതാണ് കവിതയിലെ കുട്ടിയും ആഗ്രഹിക്കുന്നത്. പൊൻകുന്നം വർക്കിയുടെ കഥയും സമാനമാണ്. പിതാവ് നേരത്തെ മരിച്ചുപോയി. പാവപ്പെട്ട കുടുംബം. ആ അമ്മ കഷ്ടപ്പെട്ടാണ് 2 മക്കളെയും വളർത്തിയത്. മറ്റൊരാളുടെ സഹായത്താലാണ് വർക്കി സ്കൂളിൽ ചേരുന്നത്. ഫീസ് കൊടുക്കാൻ പോലും അമ്മയ്ക്ക് ആവതില്ലായിരുന്നു. കൂട്ടുകാരൊക്കെ 4ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് ഇംഗ്ലീഷ് സ്കൂളിൽ പോകാൻ തുടങ്ങിയിരുന്നു. തന്നെയും സ്കൂളിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അമ്മയുടെ വക നല്ല തല്ലാണ് വർക്കിക്ക് ലഭിച്ചത്. വർക്കി കരയുന്നത് കണ്ട് അമ്മയും കണ്ണീർ തുടയ്ക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ സങ്കടമാണ് കഥയിലും കവിതയിലും അവതരിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ കവിതയും കഥയും താരതമ്യം ചെയ്ത് ആ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. പ്രവർത്തനം 4 ആസ്വാദനക്കുറിപ്പാണല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. എൻ്റെ തോഴിയല്ലേ എന്ന കവിതയാണ് നൽകിയിട്ടുള്ളത്.
വറ്റി വരണ്ടു കിടക്കുന്ന നദികളെ മാറോട് ചേർത്തൊന്നൊഴുകില്ലേ, കൊച്ചു വള്ളങ്ങൾ ഉണ്ടാക്കി ഒഴുക്കുവാൻ മനസ്സിനുള്ളിൽ മോഹം നൽകുകില്ലേ, പച്ചയുടുപ്പിട്ടു നാണം കുടുങ്ങുന്ന നെൽവയലിൽ കോരിച്ചൊരിയുകില്ലേ, നക്ഷത്രപ്പൂവുകൾ ഇറ്റു വീഴും പോലെ ഇലകളിലെല്ലാം നിറയുകില്ലേ, പെരുമഴേ നീ എൻ്റെ തോഴിയല്ലേ, അരുതെന്ന് ചൊല്ലരുതെൻ്റെ തോഴി. അഭിജിത്ത് സിയാർ അല്ലേ. ഇത് നെക്സ്റ്റ് നോക്കൂ. അപ്പോൾ ഈ കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്. ആസ്വാദന കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കിയാലോ. യെസ്, അഭിജിത്ത് സിയാർ എഴുതിയ ഒരു ചെറിയ കവിതയാണ് എൻ്റെ തോഴിയല്ലേ. മഴയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വറ്റിവരണ്ടു കിടക്കുന്ന പുഴയുടെ അവസ്ഥ കവി ചൂണ്ടിക്കാണിക്കുന്നു. വറ്റിവരണ്ടു കിടക്കുന്ന പുഴയെ ജലസമൃദ്ധമാക്കാൻ എത്തുകില്ലേ എന്ന് മഴയോട് കവി ചോദിക്കുകയാണ്. കൊച്ചു വള്ളങ്ങൾ ഉണ്ടാക്കി പുഴയിൽ ഒഴുക്കുവാൻ കവി ആഗ്രഹിക്കുന്നു. പച്ചയുടുപ്പിട്ട് നിൽക്കുന്ന നെൽവയലുകളിലേക്ക് മഴ ശക്തിയോടെ പെയ്യണമെന്നും ചെടികളിലെ ഇലകളിലെല്ലാം നക്ഷത്രപ്പൂവുകളായി മഴ ഇറ്റിറ്റു വീഴണമെന്നും കവി ആഗ്രഹിക്കുന്നു. തൻ്റെ തോഴിയാണെന്നും അരുതെന്ന് പറയരുതെന്നും കവി പെരുമഴയോട് അഭ്യർത്ഥിക്കുന്നു. 6 മാസം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന നാടായിരുന്നു നമ്മുടേത്. എന്നാൽ ഇന്ന് കാലാവസ്ഥയാകെ താളം തെറ്റി സമയാസമയങ്ങളിൽ മഴ കിട്ടാതെയായി. പുഴകൾ വറ്റി വരണ്ടു. മഴയോട് തൻ്റെ തോഴിയായി തിരികെ വരാനുള്ള അഭ്യർത്ഥനയാണ് കവി നടത്തുന്നത്. മനോഹരങ്ങളായ പ്രയോഗങ്ങൾ ഈ കവിതയ്ക്ക് ഭംഗി ചാർത്തുന്നു. മാറോട് ചേർത്തൊഴുകുക, പച്ചയുടുപ്പിട്ട വയലുകൾ, നക്ഷത്രപ്പൂവുകൾ, ഇറ്റുവീഴും പോലെ തുടങ്ങിയ പ്രയോഗങ്ങൾ ഇവിടെ ഉചിതമായി ചേർത്തിട്ടുണ്ട്. മഴയുടെ ദൗർലഭ്യം, നീണ്ടുപോകുന്ന വേനൽക്കാലം തുടങ്ങിയവയ്ക്ക് നമ്മുടെ നാട് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ കൂട്ടുകാരും എന്ത് ചെയ്യുക, ഇതുപോലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇതിന് പ്രവർത്തനം 5 നോക്കാം. പ്രതികരണക്കുറിപ്പാണ് അല്ലേ. പൊൻകുന്നം വർക്കി എഴുതിയ എൻ്റെ അമ്മ എന്ന രചനയിലെ ഏത് അനുഭവമാണ് നിങ്ങളെ പ്രയാസപ്പെടുത്തിയത്, എന്തുകൊണ്ട്? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പ്രയാസപ്പെടുത്തിയ അനുഭവം എഴുതണം, അതുപോലെ തന്നെ എന്താണ് എന്തുകൊണ്ടെന്ന് എഴുതണം, എന്നിട്ട് പ്രതികരണക്കുറിപ്പ് നമ്മളോട് തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. എൻ്റെ അമ്മ എന്ന അനുഭവക്കുറിപ്പ് ഏറെ എന്നെ സങ്കടപ്പെടുത്തി. പണ്ട് കാലത്ത് പലരുടെയും ജീവിതങ്ങൾ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രയാസപ്പെടുത്തിയത് ഇംഗ്ലീഷ് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ വർക്കിയെ അമ്മ തല്ലിയ സംഭവമാണ്. എല്ലാവരും 4ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച ശേഷം ഇംഗ്ലീഷ് സ്കൂളിൽ പോയി തുടങ്ങിയിരുന്നു. വർക്കിയെ മാത്രം സ്കൂളിൽ വിട്ടില്ല. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മ നല്ല തല്ല് കൊടുക്കുകയും പോയി വല്ല ജോലിയും എടുക്കാൻ പറയുകയുമാണ് ചെയ്തത്. അത് ആ കുട്ടിയെ എത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ അവൻ കരയുന്നത് കണ്ടപ്പോൾ അമ്മയും കരയുന്നുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് മിക്കവാറും കുടുംബങ്ങളിലെ സ്ഥിതി ഇതുതന്നെയായിരുന്നു. പട്ടിണിപ്പാവങ്ങളായിരുന്നു ഭൂരിഭാഗവും. കഥയിലെ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ഏറെ പ്രയാസം തോന്നി. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളും ഇതുപോലെ പ്രതികരണ കുറിപ്പ് എഴുതാൻ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. 6ാമത്തെ പ്രവർത്തനം നോക്കാം. ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗം ഇഷ്ടമായില്ലേ? കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഓക്കെ, then ഇടുക്കിയിലെ അണക്കെട്ട് എന്ന മഹാത്ഭുതം കണ്ട ശേഷം വീട്ടിലെത്തിയ അഖിൽ എഴുതിയ ഡയറി കുറിപ്പ് എങ്ങനെയാവും എഴുതുക. ഡയറി ആണല്ലേ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡയറി കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ? യെസ്, കോർണറിലായിട്ട് നമ്മൾ എന്ത് എഴുതണം? ഡേറ്റ് എഴുതണം അല്ലേ, തീയതി എഴുതണം. ദെൻ നെക്സ്റ്റ് നമുക്ക് എഴുതാം, എൻ്റെ ജീവിതത്തിലെ വളരെ സന്തോഷകരമായ ദിവസമായിരുന്നു ഇന്ന്. ഇടുക്കിയിലെ താജ്മഹൽ എന്ന് വിളിക്കുന്ന ഇടുക്കി അണക്കെട്ട് കുടുംബത്തോടൊപ്പം പോയി കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അച്ഛനും അമ്മയും ഞാനുമാണ് ഇന്ന് ഇടുക്കി അണക്കെട്ട് കാണാൻ പോയത്. വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച, അണക്കെട്ടിൻ്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നീല ജലപ്പരപ്പ്, മാനം മുട്ടി നിൽക്കുന്ന ഹരിതാപമായ മലനിരകൾ, മലകൾക്കിടയിലെ താഴ്വരയിലെത്തിയപ്പോൾ ഒരു വല്ലാത്ത തണുപ്പ്, കുറുവൻ മലയും കുറത്തിമലയും കാത്തു സൂക്ഷിക്കുന്ന അണക്കെട്ടിൻ്റെ സൗന്ദര്യം അതിനോട് ചേർന്ന് നിന്നപ്പോഴാണ് ബോധ്യമായത്. ആകൃതിയിൽ മുകളിലേക്ക് വളരുന്ന അണക്കെട്ടിന്റെ ചുവട്ടിൽ നിന്നപ്പോഴാണ് അതിനെ ശരിക്കും കാണാനായത്. അണക്കെട്ടമ്മേ എന്ന് ഞാൻ അറിയാതെ വിളിച്ചുപോയി. ഇന്നേ വരെ ഞാൻ കണ്ട കാഴ്ചകളിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് ഇടുക്കിയിലെ അണക്കെട്ട്. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യുക? യെസ്, ഇതുപോലൊരു ഡയറി കുറിപ്പ് എഴുതുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ചോദ്യം എന്താണ്? പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത എഴുതിയതാരെ? ഏറ്റുമാനൂർ സോമദാസൻ, പി കുഞ്ഞിരാമൻ നായർ, അശോകൻ പരാവിലല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ്? പട്ടം പറപ്പിക്കട്ടെ എന്ന കവിത എഴുതിയതാരാണ്? പി കുഞ്ഞിരാമൻ നായർ ആണല്ലേ. ആൻസർ എന്താണ്? പി കുഞ്ഞിരാമൻ നായർ. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.